മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാനുണ്ട്. ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു. പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും UDFും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത്. കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ടുണ്ട്. കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യം. കാണണമെന്ന് തീരുമാനിച്ചതും ചെന്ന് കണ്ടതും മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്കല്ല, ആരോടും സംസാരിക്കാനില്ലാതെ ഒരാൾ ഇരുട്ടിൽ നിന്ന് വിഷമിക്കും പോലെയാണ് എനിക്ക് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയത്. അങ്ങനെ ഒരാളെ കാണണം എന്നത് ഏറ്റവും സ്വാഭാവികമായി തന്നെ ഉള്ളിൽ വന്ന തോന്നലായിരുന്നു. ഇൻ്റർവ്യൂ എടുക്കലോ അതിനായി നിർബന്ധിക്കലോ ഒന്നും എൻ്റെ ഉദ്ദേശമായിരുന്നില്ല. അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത്. അശാസ്ത്രീയ ഗർഭഛിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങും അവളും അറിയുന്നുണ്ട്. അവളെയും കുടുംബത്തെയും അതൊക്കെ കടുത്ത മനോവിഷമത്തിൽ ആക്കുന്നുമുണ്ട്. എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കാര്യം ഇത്രയ്ക്ക് ക്രൂരമായി ഉപദ്രവിച്ചവരെ മാനേജ് ചെയ്യുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയുമാണ് ഞാൻ ചെയ്തത്. ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഞാൻ കണ്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ്. ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയുണ്ട്. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം.